SKN ശ്രീകണ്ഠൻ നായർ, എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല, ശ്രീകണ്ഠൻ നായർ സാർ അല്ലെ മാഷ്. എന്തായാലും താങ്കളുടെ നമ്മൾ തമ്മിൽ എന്നുള്ള പരിപാടി ഏഷ്യാനെറ്റിൽ കാണുന്ന മുതലേ എനിക്ക് താങ്കളെ ഇഷ്ടമാണ്. താങ്കൾ വളരെ കൃത്യമായി കർമ്മനിരതനാണ്, എപ്പോഴും ജോലി ചെയ്യുന്ന 7 to 24 ജോലി ചെയ്യുന്ന ഒരു ടീമാണ്. താങ്കളൊരു ചാനൽ തന്നെ തുടങ്ങി, ഫ്ലവേഴ്സ് തുടങ്ങി, അത് വളരെയധികം മുന്നോട്ട് പോയി. പിന്നെ ഒരു 24 ചാനൽ തുടങ്ങി, അത് വളരെ താങ്കൾ 24 = SKN = 24 എന്നാണ്. താങ്കൾക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞ ദിവസം. ആർക്കും പറ്റാവുന്നൊരു നാക്കുപിഴയാണത്. താങ്കൾ VS അച്യുതാനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞുപോയി. അതുപോലെ വടശ്ശേരിക്കരയിൽ നടന്ന ഒരു മൗനയാത്ര, VSൻ്റെ മരണത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിൽ നടന്നൊരു യാത്രയിൽ മുംബൈ പോകുന്ന അനൗൺസ്മെൻറ്റ് വാഹനം അനൗൺസ് ചെയ്ത് പോകുന്നത് വിപ്ലവസൂര്യൻ, വിപ്ലവകാരിയായിട്ടൊക്കെയുള്ള പിണറായി വിജയൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള അനുശോചന യാത്രയാണ് പലവട്ടം അനൗൺസ് ചെയ്യുന്നത്. എനിക്കൊന്നത് റെക്കോർഡ് ചെയ്ത അനൗൺസ്മെൻറ്റാണ് തോന്നുന്നു. അപ്പോൾ അതോ ആളിരുന്നതാണോ എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ ജാഥയിലുള്ള രണ്ടുപേർ ഓടിച്ചെന്ന് മൈക്ക് ഓഫ് ചെയ്യാനായിട്ട് ഓടുന്ന കഥയൊക്കെ ഒരു വീഡിയോ പരക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അവർ ഒന്നുകിൽ റെക്കോർഡ് ചെയ്തതിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ പറഞ്ഞ ആളിൻ്റെ പെട്ടെന്ന് പിണറായി കാര്യം VS സുഖമല്ല കിടന്നു ഒരുപാട് കാലം ഈ പൊതുചിത്രത്തിൽ നിന്ന് മാറി നിന്ന ആളായതുകൊണ്ട്. പക്ഷേ SKN എന്താണ് സംഭവിച്ചെന്നറിയില്ല. എന്തായാലും പക്ഷേ അതൊരു വലിയ നാക്കുപിഴയായി. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം, അങ്ങനെ ഒരു ആളിനൊരു നാക്കുപിഴ പറ്റിയപ്പോൾ അദ്ദേഹം അത് തിരുത്തി. അത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരുത്തി പുതിയ വീഡിയോ ചെയ്ത് സോറിയൊക്കെ പറഞ്ഞു. പിണറായി വിജയനെ അടുത്തറിയാമെന്നും ഇങ്ങനെയാണ് സംഭവിച്ചത്, സോറി. പക്ഷേ അതിന് ശേഷവും ഒരുപാട് സോഷ്യൽ മീഡിയക്കാർ ഇതിനെ വളരെ മോശമായി റീച്ചിന് വേണ്ടി SKN മരിച്ചത് VS ആണ്, പിണറായി അല്ല ഹേ എന്നൊക്കെ പറഞ്ഞു വളരെ മോശമായി. SKN എന്ന് പറഞ്ഞ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത് വളരെ സീനിയറായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനല്ലേ. ഈ മുമ്പൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ട്രോളിക്കൊണ്ട് വലിയൊരു വാർത്ത ചെയ്തു. ഇതിനെതിരെ അദ്ദേഹം പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്ന് പരാതി പറഞ്ഞു. എന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നത്? ഞാനും ഒരു ഡിജിറ്റൽ ചാനൽ നടത്തുന്ന ആൾ, 2 ചാനൽ നടത്തുന്ന ആളാണ്. നമുക്ക് സംസാരിക്കാം, നമുക്ക് റീച്ച് വേണം. നമ്മളൊരു വാർത്ത ഇട്ടാൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മോണിറ്റൈസ് ചെയ്യുന്ന ചാനലാണെങ്കിൽ പണം കിട്ടും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവർക്ക് പരസ്യമുണ്ട്. ഇപ്പോൾ SKN പോലെയുള്ള ഈ 24 പോലുള്ള ചാനലുകൾക്ക് പരസ്യമുണ്ട്, നമുക്ക് പരസ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ പൈസ കിട്ടിയേ പറ്റൂ, അതുകൊണ്ട് ചാനൽ റീച്ചായേ പറ്റൂ ഓരോ വാർത്തകളും. പക്ഷേ അതിനുവേണ്ടി അധമ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കാതിരിക്കണം, ചിലതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യണം. ഞാൻ ഈ വാർത്ത ചെയ്യണോ വേണ്ട, SKN എതിരായിട്ട്, അല്ലെങ്കിൽ വന്ന് SKN അബദ്ധം പറ്റിയതിനെതിരെ വാർത്ത ചെയ്യണമെന്ന് പലവട്ടം ഞാൻ ആലോചിച്ചു. പക്ഷേ അപ്പോൾ എൻ്റെ മനസാക്ഷി പറഞ്ഞു പാടില്ല, അങ്ങനെ ഒരു കാശല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മോഷ്ടിച്ച കാശ് കിട്ടും, കള്ളത്തരം കാണിച്ച കാശ് കിട്ടും, കൊള്ള നടത്തിയ കാശ് കിട്ടും, ബലാത്സംഗം നടത്താൻ പോയാൽ ചിലപ്പം കാശും വലിയ പരിപാടികൾ കിട്ടും, അശ്ലീല സിനിമയിൽ അഭിനയിച്ച കാശ് കിട്ടും, അശ്ലീല വീഡിയോയിൽ അഭിനയിച്ച കാശ് കിട്ടും, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പൈസ കിട്ടും. പക്ഷേ അങ്ങനെ പോകരുത്, നമുക്കൊരു നൈതികത ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ ശ്രീകണ്ഠൻ നായരുടെ പക്ഷത്താണ്. പക്ഷേ നിങ്ങൾക്ക് നാക്കുപിഴ പറ്റി, അതിനേക്കാൾ പ്രധാനം നിങ്ങളിത് തിരുത്തി കൃത്യമായി താങ്കൾ വന്ന് ചാനലിൽ തിരുത്തി. 2 കിടപ്പുണ്ട്, അത് പിൻവലിക്കാതെ 2 കിടപ്പുണ്ട്. കാര്യം എയറിൽ പോയതാണ്. ആരെങ്കിലുമൊക്കെ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുക എളുപ്പമല്ല. യൂട്യൂബിലാണെങ്കിൽ അപ്ലോഡ് ചെയ്ത് നമുക്ക് മാറ്റാം, പക്ഷേ സാറ്റലൈറ്റ് ചാനൽ വഴിയൊക്കെ വന്നത് അത്ര എളുപ്പമല്ല. ആരെങ്കിലുമൊക്കെ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസമാണ്. എന്തായാലും പറ്റിയത് വലിയൊരു നാക്കുപിഴയാണ്. താങ്കൾ ഈ സ്പീഡ് കൂടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരുപാട് സ്പീഡിന് കാര്യങ്ങൾ പറയും, പലരാണെങ്കിലും മോണിറ്ററിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. താങ്കൾ അല്ലാതെ സ്വന്തമായി സ്പീഡ് കൂടി പറയുന്നു. പിന്നൊരു കാര്യം, സ്നേഹബുദ്ധിയെ പറയട്ടെ, പ്രായമൊക്കെ ആയില്ലേ, വയസ്സൊക്കെ ആയില്ലേ, മുടിയൊക്കെ നരപ്പിച്ച്, മുടിയൊക്കെ വെളുപ്പിച്ച് കുട്ടപ്പനായി ഒക്കെ വരുന്നതൊക്കെ കൊള്ളാം. പക്ഷേ പ്രായമൊക്കെ ആയി, അതുകൊണ്ട് ഓർമ്മയൊക്കെ പഴയതുപോലെ നിൽക്കില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെ ദയവ് ചെയ്ത് കൊല്ലരുത് എന്നൊരു അഭ്യർത്ഥനയാണ് ഉള്ളത്. കൊന്ന ആളുകളെ ജീവിപ്പിക്കുകയും ചെയ്യരുത്. പറ്റിപ്പോയത് പറ്റി, തിരുത്തിയത് വലിയ കാര്യമാണ്. എന്തായാലും താങ്കൾ അങ്ങനെ നിൽക്കട്ടെ. താങ്കളെ ട്രോളിയവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് ശരിയായില്ല, മറ്റു പണികൾ ചെയ്യണം. ഈ പണിയിൽ കുറച്ചുകൂടി നൈതികത കാണിക്കണം.